കൂട്ടുകാരെ, നമുക്ക് ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നത് എങ്ങനെയെന്ന് കാണാം. അന്ന് നമ്മൾ അതിൻ്റെ കമ്പ് കൊണ്ടുവന്ന് നട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, അത് പൊടിച്ച് പരിവായി താഴോട്ടൊക്കെ വളരാൻ തുടങ്ങി. അങ്ങനെയായപ്പോൾ എന്തായാലും ഇന്ന് നടാമെന്ന് വിചാരിച്ചു. ചൂട് സമയമാണ്, എന്നാലും കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയാണ് ഞാൻ ഈ കമ്പിയൊക്കെ ഇതാ പിടിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ട് കമ്പി എന്താ, രണ്ട് കമ്പി, ഇതാ ഒരു വലിയ ഡ്രമ്മ്. ഇതിലാകുമ്പോൾ പടർന്ന് നിൽക്കും. പിന്നെ ഈ മതിലിൻ്റെ അറ്റത്താണ് ഞാൻ നടാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പൊടിച്ച് വന്ന് ഈ മതിലിൻ്റെ അപ്പുറത്തോട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. അതുകൊണ്ട് ഇവിടെയാണ് ഞാനിത് നടാൻ പോകുന്നത്. അതിലേക്ക് വേണ്ടി ഞാൻ ഇതുപോലെ കമ്പി എടുത്ത് അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ നമ്മൾ കമ്പി കൊണ്ടുവന്ന് ഇതുപോലെ അടുപ്പിനകത്ത് ഇങ്ങനെ വച്ചിരിക്കണം. കുറച്ച് നേരം ഇതുപോലെ വച്ച് കമ്പി നല്ല പഴുപ്പിച്ച് എടുക്കണം. കമ്പി കണ്ട ഇതുപോലെ തീയിലിട്ട് നല്ല പഴുപ്പിച്ചെടുക്കണം. ഞാൻ പഴുപ്പിച്ചെടുത്തിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് ഇങ്ങനെ കുത്തി ഇതിന് പുറത്ത് ഹോളുണ്ടാക്കി താഴ്ത്തി വയ്ക്കാൻ വേണ്ടിയാണ്. അത് കാരണം ടക്കന് താന്ന് പോയത് കണ്ട. എന്നിട്ട് കമ്പി ഞാൻ ചൂടാക്കി വെച്ചിരിക്കുകയാണ്. രണ്ട് കമ്പിയും ഹോളായി ഇങ്ങനെ നിന്ന്. ഇനി ഇതിലോട്ട് ആദ്യം നമുക്ക് രണ്ട് കല്ല് വെച്ച് ഇതിനെ ബലപ്പിക്കാം. ചൂടാണ്, എന്നാലും കല്ല് വെച്ച് ബലപ്പിക്കാം. കമ്പി ആടിയാലും അങ്ങനെ ഇരുന്നോളും. അടിയിലോട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ചവറൊക്കെ ഇട്ടതിന് ശരിയാക്കണം. ഇനി ഇതിലോട്ട് പകുതി ഭാഗം കരിയിലേക്ക് നിറയ്ക്കുക. ഇതുപോലെ കരിയിലയും വാഴയിലയും എല്ലാം കൊണ്ട് നമുക്കിതിനെ നിറച്ച് അരഭാഗത്തോടെ നിറയ്ക്കാം. ഭയങ്കര ചൂട് കണ്ടോ, അതാ ഞാൻ വിയർത്ത് കുളിക്കുകയാണ്. ഈ ചൂടായതുകൊണ്ട് ഒരു കാറ്റ് പോലുമില്ല. ഉണ്ടല്ലോ കണ്ട. ഇതുപോലെ നിറച്ചതിന് ശേഷം എന്നിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഉഴുന്ന് നനഞ്ഞാകുമ്പോൾ ഈ കരിയിലങ്ങ് അടിയിലങ്ങ് താന്നു പോകും. ഇനി നമുക്ക് ഇതിലോട്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് നടാം. കണ്ട, ഇത് മുളച്ച് ഈ പരുവായി. ഇത് കണ്ട, ഇത് മുളച്ച് ഈ പരുവായി. വേണമെങ്കിൽ ഇതിൻ്റെ രണ്ടായിട്ട് നടാം. ഞാൻ ഇതിനെ ഇപ്പം ഒന്നിൽ നട്ടിട്ട് വേറെ ഒരെണ്ണം തറയിൽ നടാമെന്ന് വിചാരിക്കുകയാണ്. തറയിൽ നട്ടാലും എങ്ങനെ കിട്ടുമെന്ന് നോക്കണമല്ലോ. എല്ലാവരും ഇതിനെ ടയറൊക്കെ വെച്ച് പൈപ്പ് കുഴലൊക്കെ വെച്ചൊക്കെയാണ് വിപുലമായിട്ട് നടുന്നത്. പക്ഷെ ഞാൻ ഈ രീതിയിൽ നട്ടു നോക്കിയിട്ട് കിട്ടുമെന്നറിയാമല്ലോ. നമുക്ക് നാട്ടുപ്രദേശമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടാം. മറ്റേ വിപുലമായ രീതിയിൽ അതിൻ്റെ കൃഷി അത് ഇതൊക്കെ നടത്തുന്നവരാണ് ആ രീതിയിൽ നടുന്നത്. ഞാൻ എന്തായാലും ഈ രീതിയിൽ നട്ട് വിളവെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കവർ നമ്മൾ കീറി കളയണം. ഞാൻ കവർ ഇതൊക്കെ കീറി ഇതനങ്ങാത്ത രീതിയിലെടുത്ത് ഇങ്ങനെ കവർ കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഇങ്ങനെ വച്ചു കൊടുക്കണം. ഇതിലോട്ട് വച്ച് നമുക്കിനി ഇതിലോട്ട് കുറച്ച് വളം ഇട്ട് കൊടുക്കാം. കുറച്ച് ചാരവും ചാണാപ്പൊടി, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, കുറച്ച് വളക്കൂട്ട്, ഇത്രയും കൂടെ മിക്സ് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് മണ്ണൂടെ ഇട്ട് കൊടുക്കാം. ഒരു വള്ളിയിട്ട് നമുക്കതിനെ തൽക്കാലം കെട്ടിക്കൊടുക്കാം. പൊടിച്ച് കയറും തോറും വള്ളികളിട്ട് കെട്ടി ഒരുവട്ടാക്കി കൊടുക്കണം. വള്ളിയിട്ട് കെട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ കളിച്ചു കൊടുക്കാം. കുറച്ച് പുറ കൂടെ വെച്ച് കൊടുക്കാം. ഒടിഞ്ഞു പോകാതെ ഇതുപോലെ ഇങ്ങനെ പൊടിച്ച് വരും തോറും പതുക്കെ മേളിലോട്ട് ഇങ്ങനെ അങ്ങ് കെട്ടിക്കൊടുക്കണം. അപ്പോൾ മുകളിലോട്ട് തന്നെ അത് പോകും. അല്ലെങ്കിൽ താന്ന് ഒടിഞ്ഞു വീഴും. മുകളിലോട്ട് പോയതിന് ശേഷം ഒടിഞ്ഞൊടിഞ്ഞ് വീണ് താഴോട്ട് പൊടിച്ചിറങ്ങിയാൽ കുഴപ്പമില്ല. വരുമ്പോൾ നമുക്ക് പറിക്കാൻ എളുപ്പമാണ്. പക്ഷെ അതുവരെ മുകളിലോട്ട് ഇങ്ങനെ പോട്ടെ. ഇങ്ങനെ മുകളിലോട്ട് കെട്ടി വിട്ട് കൊടുക്കണം. ഇത് പൊടിച്ചിറങ്ങിപ്പോയി. ഇതിനി തൊട്ടാൽ ചിലപ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ മുകളിലോട്ടാക്കി ഇങ്ങനെ വിശാലമായ രീതിയിൽ ഇങ്ങനെ കുട പോലെ പൊടിച്ച് പൂക്കൾ വരും. എങ്ങനെയുണ്ട്? നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, കമൻറ്റ് അയക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. ഇനി ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.